എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ആക്ച്വലി നമ്മുടെ ഹണ്ടർ ബേബി ഉണ്ട്. ഹണ്ടർ ഉണ്ട് ആക്ച്വലി നമുക്ക് സർവീസിന് കൊടുക്കണം. നമ്മുടെ ഫസ്റ്റത്തെ സർവീസാണ്. എല്ലാ ഫ്രീ സർവീസും കഴിഞ്ഞിട്ട് പെയ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സർവീസാണ്. അതിന് എത്ര രൂപ വരുന്നു നിങ്ങൾക്ക് ഗസ് ഉണ്ട്? ഫസ്റ്റത്തെ പെയ്ഡ് സർവീസ് ഹണ്ടറാണ്. അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു ബൈക്ക് ആക്കിയിട്ട് നമ്മുടെ മാരിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഊട്ടി ട്രിപ്പിന് ശേഷം നമ്മൾ ബൈക്ക് നേരെ ബൈക്ക് ഷോപ്പിൽ ബൈക്ക് നമ്മൾ ബൈക്ക് ഷോപ്പിൽ കൊടുത്തിരിക്കുകയാണ്. വിപിൻ ചേട്ടൻ അറിയാലോ എല്ലാവർക്കും. വിപിൻ ചേട്ടൻ്റെ അവിടെ കൊടുത്തിരിക്കുകയാണ് സർവീസ്. വൺ ഓഫ് ദ ബെസ്റ്റ് സർവീസ് സെൻറ്റർ ഇൻ തൃശ്ശൂർ. ഞാൻ കാലങ്ങളായിട്ട് അവിടെ കൊടുക്കാറ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നല്ല വെളിച്ചം കാണാം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മരങ്ങളൊക്കെ വെട്ടിയിട്ട് അത് ഈ മരം വെട്ടി, ഈ മരം വെട്ടി, പിന്നെ ഈ സൈഡിലത്തെ മരങ്ങൾ വെട്ടി, ഫുള്ള് മരങ്ങൾ വെട്ടി. നമ്മുടെ റാമ്പ് അപ്പുറത്തെ പറമ്പിൽ ആരുടെയോ പറമ്പിൽ നമ്മൾ റാമ്പ് കെട്ടിയത് അതവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലത്തെ ഫുള്ള് മരങ്ങൾ വെട്ടിയിട്ട് അതുകൊണ്ട് നല്ല വെളിച്ചമാണ്. പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വേറെ ബൈക്കുകളൊന്നും ഇല്ല. നമ്മുടെ ഹോൺ ബാക്കിൻ്റെ ഒറ്റൊരു ബൈക്ക് മാത്രമേ ഉള്ളൂ. എന്തൊരു വൃത്തിയാണ് ഈ സൈഡ്. മഴക്കാലം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും പണിയാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹണ്ടർ കുട്ടൻ ആക്ച്വലി വേറെ പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. ടൈറ്റ് ചെയ്താലും വീണ്ടും സംഭവം ടൈറ്റ് ആവാതിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയണത് ഒരു 15 കിലോമീറ്റർ അല്ല 15,000-ലൊക്കെ ഇത് മാറണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ 18,426 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് മലയാളം അങ്ങോട്ട് വർക്കാവില്ല കേട്ടോ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളും കാര്യമൊന്നുമില്ല. 15,000 കിലോമീറ്ററിൽ ചെയ്തതാട്ടോ. 15,000 കിലോമീറ്ററിൽ ചെയ്തതാണ്. ഇപ്പോൾ 18,500 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. നോക്കി നോക്കാം എത്ര രൂപ വരും, എത്ര രൂപ സർവീസ് ചെയ്യാം, പിന്നെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ആക്ച്വലി ചെസ്റ്റ് മൗണ്ട് വെക്കാൻ പാടും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഈ ഒറ്റയ്ക്കും തറ്റയ്ക്കൊക്കെ ഈ പറഞ്ഞോണം വല്ലപ്പോഴും ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചെസ്റ്റ് മൗണ്ടാണ് കേട്ടോ. ഹെൽമെറ്റ് മൗണ്ടല്ല, ചെസ്റ്റ് മൗണ്ട് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഓഫ് റോഡാണ്. ഇവിടെ ഒരു ഓഫ് റോഡ് സെക്ഷൻ ഉണ്ട്. 1 2 3 അത് അത്യാവശ്യത്തിന് വലിയൊരു ഓഫ് റോഡ് ചെയ്യാനുള്ള വകുപ്പുണ്ട് കേട്ടോ അവിടെ. ഇപ്പോൾ സമയം 8 മണിയായിട്ടുള്ളൂ. 8 മണിക്കാണ് അവിടെ തുറക്കാട്ടോ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ. അതുപോലെ തന്നെ ഞാൻ ഷോറൂമിൽ തന്നെ കൊടുക്കാൻ തന്നെ കാരണം ഇൻ കേസ് ഓഫ് ഈ സൈക്കിളല്ല മോട്ടോർ സൈക്കിള് സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ എല്ലാ സർവീസും ഇവിടെ ചെയ്ത് നോക്കണമെന്ന് അറിയാമല്ലോ. സർവീസ് സെൻറ്ററിലാവുമ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെയാണ്. അത് നല്ലതാണോ അല്ലേന്ന് താഴെ കമൻറ്റ് ചെയ്യാം. എനിക്കറിയില്ല. സെല്ല് ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ നല്ല ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് എത്ര രൂപ വരാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫസ്റ്റ് സർവീസാണ്. പാറയമേക്കാവ് വിദ്യാമന്ദിർ അഫിലിയേറ്റഡ് ടു CBSE MLA റോഡ് പൂങ്കുന്നം. ഇത് മറ്റേ പൂങ്കുന്നത്തുള്ള സ്കൂളാണെന്ന് കൊണ്ട് കേട്ടോ. അവിടെ ഒരു സ്കൂൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പേര് തരുന്ന പാറയമേക്കാവ് വിദ്യാമന്ദിർ. ഇവിടെയാണ് നമ്മുടെ ഇത് വരുന്നത് കേട്ടോ. റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം വരുന്നത്. പാറയമേക്കാവ് അഫിലിയേറ്റഡ് ടു CBSE സൗണ്ട് ഹോൺ. ഓക്കെ, അതിൻ്റെ പേര് തന്നെ കേട്ടോ, പാറയമേക്കാവ് വിദ്യാമന്ദിർ. ഞാൻ വേറെ പേരാന്ന് വിചാരിച്ച കേസ്. ആരും ഇല്ലാന്നുണ്ട് കേട്ടോ. തുറന്നിട്ടില്ലേ, നോക്കട്ടെ. ബ്രോ 8 മണിക്കല്ലേ? എത്ര മണിക്ക് തുറക്കാറ്? ഇതിപ്പോൾ അഞ്ചാമത്തെ ആയിരിക്കും. അഞ്ചാമത്തെ അല്ലേ? അഞ്ചാമത്തെ സർവീസ് 18,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 20-ലാണ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പക്ഷെ ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ ഡേറ്റ് ആയിട്ടുണ്ടോ? അതായിരിക്കും അല്ലേ. വേറെ സർവീസിൽ
ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, വാഷിംഗ്, ചെയിൻ്റെ ലൂബ്, ബ്രേക്ക് ഓയിൽ ചേഞ്ച് വരും. ബ്രേക്ക് ഓയിൽ ചേഞ്ച് വരും. അതിൽ വാഷിംഗ് മാറ്റിക്കോ? വാഷിംഗ് വേണ്ട. വേണ്ട, ഈ മഴക്കാലത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഏകദേശം എൻ്റെ ഒരു കണക്ക് വെച്ച് 2000-3000 രൂപ എന്തായാലും വരും തോന്നുന്നുണ്ട്. കാരണം ചെയ്യാൻ ചെറിയ സീനുണ്ട് ഗൈസ്. 2 വട്ടം ഞാൻ ടൈറ്റ് ചെയ്തതാണ് ചെയ്യാൻ, പക്ഷേ അത് വീണ്ടും ചെയ്യാൻ മാറ്റേണ്ടി വരും. മിക്കതും 17,000-18,000 കിലോമീറ്ററായി. 15-ലൊക്കെ നോർമലി മാറ്റാറ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എത്ര രൂപ ഗസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യട്ടെ. വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ ആക്ച്വലി പോണത്, നമ്മളിപ്പോൾ ഇവിടുന്ന് കുരിയച്ചിറയിൽ നമ്മുടെ ബൈക്ക് ഷോപ്പിലേക്ക് പോകണം കേട്ടോ. അതാണ് എനിക്ക് സൂപ്പർ എക്സൈറ്റഡ് ആയിരിക്കുന്നത്. അതിൻ്റെ ബ്രേക്ക് പാഡും ഹൈഡ്രോളിക്കിൻ്റെ ഇതും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അവിടെ പോയിട്ട് സൈക്കിൾ എടുക്കണം കേട്ടോ. അടിപൊളി. ഓക്കെ, ബസ് വരുന്നുണ്ട് ഗൈസ്. ഇതാ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. ബസ്സിൽ കയറി പോകണം. ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. ചേട്ടാ അവിടെ നിർത്തൂ. ഒരു 7th സ്കൂൾ എത്ര ഗൈസ്? 7th സ്കൂളിൻ്റെ അവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. എവിടെയാണ് സ്റ്റോപ്പ് ഗൈസ്? യെസ്, നമുക്ക് പോകേണ്ടത് ഇവിടെ അല്ലല്ലോ. നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സൈഡിലേക്ക് കേട്ടോ. അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്തിട്ട് പോവാം. പിള്ളേരുകളെല്ലാം പഠിക്കാന്നുണ്ട് കേട്ടോ. പിള്ളേരെല്ലാം പഠിക്കണം. നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ബൈക്ക് എടുക്കട്ടെ. ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട് വണ്ടി ഒന്ന് കണ്ടിട്ട്. ഒരാഴ്ചയില്ല, രണ്ടാഴ്ച കൂടെ ആയിട്ടുണ്ട് കേട്ടോ. ദൈവം നിൽക്കണില്ലല്ലോ. ഇവിടെ സീബ്ര ക്രോസിങ് ഉണ്ട്. ചേട്ടാ ഒന്ന് നിർത്തോ? ഇല്ല, വേണ്ട, ചാടിക്കിടക്കാം. ആ കണ്ട, ഇപ്പം നിർത്തി. പോയി. ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ ബൈക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. നമ്മൾ ഓടിച്ചിട്ട് സൈക്കിൾ ഓടിച്ചിട്ട് ഊട്ടി ട്രിപ്പിന് ശേഷം നമുക്കിതുവരെ സാധനം കിട്ടിയിട്ടില്ല, ബൈക്കും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഷോപ്പ് വരുന്നത്, നമ്മൾ സർവീസിന് കൊടുത്തിട്ടുള്ളത്. അവിടെ 7th സ്കൂള്, ഇതാണ് ഷോപ്പ് വരുന്നത്, ദ ബൈക്ക് ഷോപ്പ് ഗൈസ്. ഷോ, ഫൈനലി അങ്ങനെ നമുക്ക് കിട്ടുകയാണ് നമ്മുടെ വണ്ടി. ആ, പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ. എപ്പത്തി? ഇന്ന് വന്നല്ലോ. ഐശ്വര്യമായിട്ട് ഇന്നാണോ തുടങ്ങണേ? അതെ. എവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കണേ? ഇതേ അവിടെ ഇരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് ഗൈസ്. പക്ഷെ എൻ്റെ പെണ്ണ് ചേട്ടനത് തുടച്ചു നിർത്തി വയ്ക്കുക. എൻ്റെ മോനെ, ഇത്ര ഭംഗിയിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഡീസൽ വാഷ് ഫുള്ള് ക്ലീൻ ചെയ്ത് തിളങ്ങണ്ടല്ലോ ഫുള്ളിത്. ഇതേ ഫുള്ള് കഴിയട്ടെ, ഞാൻ കാട്ടിത്തരാം. എൻ്റെ പൊല്ല്, എൻ്റെ വായി ഞടയിലൂടെ കുറച്ച് നേരത്തേക്ക് ഞാൻ വെളിച്ചത്ത് കാട്ടിത്തരാം ഗൈസ്. എൻ്റെ പൊല്ല്, ഇതാണ് സർവീസിന് കൊടുത്താലുള്ള ഗുണട്ടാ. ഫുള്ള് ക്ലീൻ ചെയ്ത് തരും. എൻ്റെ പൊല്ല് നോക്കിത് ഫുള്ള് ടാങ്കൊക്കെ ഇതൊക്കെ കറപ്പിച്ചെടുത്തത്. എങ്ങനെ ഇത് കറപ്പിച്ചെടുത്തത് എനിക്കറിയില്ല കേട്ടോ. ചെയ്യാനൊക്കെ വെട്ടിത്തിളങ്ങട്ടെ കേട്ടോ, പൊളിച്ച്. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആളുടെ അടുത്ത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ചെയ്യാൻ വേണ്ടിയിട്ട്. അത് സർവീസിൽ ഉൾപ്പെടുന്നതാട്ടോ. ഞാനത് സർപ്രൈസായി പോയി. നോർമലി ഞാൻ ഇവിടെ വന്നിരുന്ന് കയ്യോടെ ചെയ്യിപ്പിച്ചിട്ടാണ് ആളെ എടുക്കാറ് കേട്ടോ. പക്ഷേ ഇത് ഞാനിവിടെ വെച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് നോക്കിയേ വേണ്ടല്ലൊക്കെ നോക്കി കറുത്തിരിക്കണോ. ഞാൻ വാങ്ങിയ പിന്നെ ഇത് കറുത്തിട്ട് കണ്ടിട്ടില്ല കേട്ടാ. എൻ്റെ പൊന്നെ, നിങ്ങൾക്ക് എത്രത്തോളം ആ ഫീലിംഗ് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു സൈക്കിളിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് ഗൈസ്. ലുക്ക് നോക്ക്. ഇത് ഈ സാധനം ഇവിടെയൊക്കെ കണ്ട ഫുള്ള് ക്ലീൻ ആയിട്ട്. ഇവിടെ ഒന്നുമില്ല, പൊടി എന്ന് പറഞ്ഞൊരു സാധനമില്ല കേട്ടോ. അത് കഴുകേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. സെറ്റ് സാധനം ആക്കിയിട്ടുണ്ട്. ടയറൊക്കെ വെട്ടി തിളങ്ങണത് ഗൈസ്. ഞാൻ ചിലപ്പോൾ പുതിയൊരു ടയർ കൂടി വാങ്ങൂട്ടാ. ഇത് ഇട്ടിട്ട് ഓടിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. അതുപോലെ തന്നെ കിട്ടാനും ഇല്ല കേട്ടോ ഈ ടയർ. അതുകൊണ്ട് ഞാൻ ഈ സാധനം വേറൊരു പഴയ റാൾസൻ്റെ, പഴയതല്ല പുതിയ റാൾസൻ്റെ ടയർ വാങ്ങിയാലോ എന്നൊരു പ്ലാനിലുണ്ട്. അപ്പോൾ ഇത് മൊത്തം വെട്ടി തിളങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക് പാഡ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 280 രൂപ ബ്രേക്ക് പാഡ്, അങ്ങനത്തെ എന്തോ ബില്ല് ആൾ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ഗൈസ്, അടിപൊളി. ബില്ലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് ഇവിടുന്ന് പയ്യെ ഇറങ്ങാട്ടോ, ഒന്ന് ചവിട്ടി നോക്കാം. എനിക്ക് കൊതിയായിട്ട് പോയല്ലേ ഗൈസ്. ലുക്ക്
ലുക്ക് നോക്ക്. വീട്ടിൽ ചെന്നിരുന്നിട്ട് കുറച്ച് നേരം ഇത് നോക്കിയിരിക്കണം. ഇന്ന് സമയം പോകാനുള്ളതായിട്ടുണ്ട് കേട്ടോ. ചെയ്യണൊക്കെ നോക്ക്. ഓ ഞാൻ പറഞ്ഞ് ചെയ്യണല്ലേ. ഞാൻ അത് കുറച്ച് നേരം നോക്കിയിരുന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഇവിടെ ഞാൻ പോവാം. വേറെ ഇതൊന്നുമില്ലല്ലോ. അതിൻ്റെ ബ്രേക്ക് പാഡ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക് പാഡ് മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അത്ര അലമ്പായിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പോവുകയാണ്. നമുക്ക് ബൈക്ക് കാര്യമൊന്ന് ഓടിച്ചു നോക്കിയിട്ട് പോട്ടെ. ബൈ, കാണാം. വണ്ടി അവിടെ പണി അതെ, ശരി ശരി, കാണാടാ. അപ്പോൾ നമുക്ക് ബൈ. ശരി ശരി, ഓക്കേടാ, വിളിക്കാം. ശരി, നോക്ക്. മനസ്സിലായി മനസ്സിലായി, കാണാടാ, ബൈ. സോ ഗൈസ് ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് ബൈക്ക് ഗൈസ്. നമുക്ക് എൻ്റെ മോനെ എനിക്ക് ആ സന്തോഷം പറഞ്ഞിട്ടും തീർന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി കട്ട് ചെയ്ത് കളയുക. എനിക്ക് എന്തോരം പറഞ്ഞിട്ട് ആ സന്തോഷമാണ് തീർന്നില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് നമ്മൾ ഒരു സാധനത്തിന് ഇഷ്ടപ്പെടുമ്പോൾ അത് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഹണ്ടർ സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ഹണ്ടർ എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈ സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഇത് മനസ്സിലാകണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പൊന്നെ, സാധനം പൊളിച്ചട്ടാ. ബൈക്ക് ഭയങ്കര ഫ്രഷായി വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ഫ്രഷായി. ഗിയറൊക്കെ സെറ്റല്ലേ? അതെ മോനെ, പൊളി. ഇട്ടുവാക്കി വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാക്കിട്ടാ. സസ്പെൻഷനും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. A to Z സാധനങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബൈക്ക് സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ പിന്നെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് നല്ല രീതിയിൽ ഇതുമായിട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ പിന്നെ അടിപൊളി ഗൈസ്. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് നമ്മളാ കണ്ണുകൊണ്ട് കാണുമ്പോഴേ, ഇത്ര ഭംഗിയിൽ കാണുമ്പോൾ ചേട്ടാ. ഓ, പുതിയ ഡിസ്ക് ബ്രേക്ക് ആട്ടോണേ. പുതിയ ഡിസ്ക് ബ്രേക്ക് ഇട്ടോക്കണം. അതുകൊണ്ട് ബ്രേക്ക് കുറവാട്ടോ. ബ്രേക്കൊന്ന് ചൂടാവണമെന്ന് തോന്നുന്നുണ്ട്. ബ്രേക്ക് ഭയങ്കര കുറവാ. ഓ, നോക്കിയത് നന്നായി. ബ്രേക്ക് നോക്കിയത് നന്നായി. ബ്രേക്ക് ഞാൻ വിട്ടുപോയിട്ടത് കാര്യം. മണ്ടത്തരാണ്. എത്ര ചേട്ടാ? കാക്കിലോ 80. കാക്കിലോ 80. കാക്കിലോ വേണ്ട, ഒരു 20 രൂപയ്ക്കാണ് തരുമോ? 20 രൂപ 30 രൂപയ്ക്ക് എങ്ങാനും. എത്ര പറഞ്ഞേ? എനിക്ക് 35 രൂപയ്ക്ക് എടുത്തോ ഗൈസ്. എനിക്ക് ചെറിയൊരു ക്രേസ് വീണ്ടും വന്നു ഗൈസ്. പുതിയ സൈക്കിൾ ഊട്ടിക്ക് പോയപ്പോൾ നമ്മൾ ഈ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വറുത്ത് കോരണമുള്ളൂ ആ ചേട്ടൻ. വറുത്ത് കോരണത് കൊണ്ട് ഞാൻ വിചാരിച്ചു 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് അങ്ങനെ വാങ്ങണ്ട. 50 രൂപ എൻ്റെ ഉണ്ട് ഗൈസ് ക്യാഷായിട്ട് കൊടുക്കാൻ. 35 അല്ലേ എന്നാ കേട്ടോ? ചേഞ്ച് എടുക്കാം. 5 40 രൂപയാണ്. 40 രൂപയ്ക്ക് എടുത്തു. ചേട്ടൻ എവിടെ സ്ഥലം? അപ്പോൾ ചേട്ടൻ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ്. തമിഴ്നാട് സേലല്ലേ പറഞ്ഞേ? തമിഴ്നാട് സേലം. അവിടെ നിന്ന് ഇവിടെ എവിടെയാണ് താമസിക്കണേ? ഇവിടെ തൃശ്ശൂർ എവിടെയാ? ശക്തനല്ലേ? അപ്പോൾ 40 രൂപയ്ക്ക് കുറച്ച് മിളക് ഇട്ടിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പൊളിച്ച്. ഓ, ചൂട് സാധനം കേട്ടോ, ചൂട് സാധനം. സോറി ഗൈസ്, ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടില്ല കേട്ടോ. ഹെൽമെറ്റ് ഇല്ലാണ്ടാണ്, സോറി. ആരും ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കായിരിക്കും. 100 ഗ്രാം ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സെറ്റ് ഗൈസ്. നിങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ എന്നും ചെയ്യുന്ന പോലെയല്ല ഇന്നത്തെ വ്ളോഗ് എടുത്തിരിക്കണത്. കുറച്ച് വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊന്ന് അറിയിക്കുക. ഓക്കെ, കഴിച്ചു നോക്കി നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന്. പൊളി. ചൂട്, നല്ല ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ കോരി എടുക്കത്തുള്ളൂ ഈ സാധനം. ചൂടോടുകൂടി കൊള്ളിയെടുത്ത് വെച്ചിട്ടുണ്ട് നൈസാ.
ഗൈസ് ഇവർ ഇപ്പോൾ തന്നെ ഹണ്ടറിൽ നിന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് നിങ്ങൾ എത്ര രൂപ പ്രൈസ് ഗസ് ചെയ്തത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടോ. ഞാൻ എത്ര 2600 2500 രൂപയ്ക്കല്ല മാക്സിമം വന്ന് ഞാൻ കാട്ടി തരട്ടെ എത്ര രൂപയായിരുന്നു ഫസ്റ്റ് സർവീസ്. എൻ്റെ നെഞ്ച് തകർന്ന് പോയി. ഞാൻ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡൊന്നും എടുത്തിട്ടുണ്ടെന്ന്. സീൻ ഗൈസ് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദൈവമേ ഞാൻ കാട്ടി തരട്ടെ എന്തൊക്കെയാണ് അതിൻ്റെ ടോട്ടൽ ബില്ല് ഞാൻ കാട്ടിത്തരാം. എന്തൊക്കെയാണ് ഇത്ര രൂപ ആയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ശരിയാണോ നോക്കാമല്ലോ. ഇവിടെ ഇപ്പോൾ ഫുള്ള് വണ്ടി ആയാലോ നോക്കട്ടെ കേട്ടോ. വാഷ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, നോക്കട്ടെ. വിളിച്ചിട്ടുണ്ടായിരുന്നു ഹണ്ടർ 350 ഇപ്പോൾ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സർവീസ് കഴിഞ്ഞിട്ട് സർവീസ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ വണ്ടി എടുക്കാനാ. ഗൈസ് കിട്ടിയിട്ടുണ്ടടാ, ബില്ല് പേയ്മെൻറ്റ് ചെയ്തു. ഇതന്നെയല്ലേ വണ്ടി നമ്പർ 89 അല്ലേ? സോറി. ഇതിൽ മാറിയുള്ള ഐറ്റംസ് എയർ ഫിൽറ്റർ, ബ്രേക്കിന്റെ ഓയിൽ ഫിൽറ്റർ, ബ്രേക്ക് പാഡ് ഫ്രണ്ടും ബാക്കും, പിന്നെ 2-way ക്ലിപ്പ്. അത് വാറണ്ടിയിൽ വരുന്ന ഐറ്റാണ്. 2-way ക്ലിപ്പ് അത് കാശില്ല, അതിൻ്റെ ക്ലിപ്പായിരിക്കും വല്ലതും. പിന്നെ ലെൻസ്, അത് പറയാൻ വിട്ടുപോയി. മാറിയിട്ടുണ്ട്. അതിന് എത്ര രൂപ ലെൻസിന്? 30 രൂപ അല്ലേ? അത് ഒട്ടി അവിടെ ഇരുന്നോളൂ അല്ലേ? അത് സ്ക്രൂ ആണ്, അടിയിൽ സ്ക്രൂ ഉണ്ട്. സ്ക്രൂ ഉണ്ടായിരുന്നല്ലോ, അത് നേരത്തെ പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അത് വിട്ടുപോയി പറയാം. താങ്ക്സ്. ഓക്കെ ഞാൻ വിളിക്കാം. ചെയ്യാൻ എത്ര രൂപ വരണേ? 2300 വരുന്നുണ്ട്. അത് റോയൽ എൻഫീൽഡിൻ്റെ ചെയ്യുന്നത് 2300 അല്ലേ? ഓക്കെ. ചെയ്യുന്ന വേറെ വല്ലതുണ്ടോ? വാറണ്ടി അങ്ങനെ 2000? ഓക്കെ. വാഷ് ചെയ്ത് ലൂബ് ചെയ്താൽ മതി അല്ലേ? നിങ്ങൾ ഓടിച്ചു നോക്കിയാ? ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഓക്കെ. ഉണ്ടല്ലേ? ഓക്കെ. ശരി താങ്ക്സ്. ശരി. അപ്പോൾ വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എത്ര രൂപയായിരുന്നു. ആഹാ പൊളിച്ച്. സ്റ്റാൻഡൊക്കെ ഭയങ്കര സ്റ്റിഫായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും നമ്മുടെ എം ടി ബിയുടെയും ഇത് മാറിയിട്ടുണ്ട്, ഇതിൻ്റെയും ഇത് മാറിയിട്ടുണ്ട്. ആഹാ പൊളിച്ച്. സ്മൂത്തായി കഴിച്ച്, കുറച്ച് സ്മൂത്തായിട്ടുണ്ട് കേട്ടോ. കഴുകാത്തതിൻ്റെ ചെറിയൊരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രേക്കൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഗൈസ് അമ്മ വിളിക്കുന്നതുകൊണ്ട് കേട്ടോ. ഹലോ, അതെ ഞാൻ ക്രെഡിറ്റ് കാർഡ് വിളിച്ചിട്ടുണ്ട് ഒരു 3000 രൂപ. അത് ബൈക്കിൻ്റെ സർവീസ് ചെയ്തതാ. ഞാൻ അയക്കാം. പറയാണ്ട് വിളിച്ചതാ. ശരി എന്നാ. ശരി ഞാൻ വിളിക്കാം. ഞാൻ വ്ളോഗിലാ 2-ാം തീയതി. ശരി ഗൈസ്, ഈ ക്രെഡിറ്റ് കാർഡ് സൂക്ഷിച്ചും കണ്ട് കളിക്കണം കേട്ടോ. എൻ്റെ ഒരു 500 600 പോയിട്ടുള്ളൂ കേട്ടോ. ഒരു ദിവസം അറിയാണ്ട് ബാങ്കിൽ ബാലൻസ് വെച്ചില്ല. നൈസ് പണിയാണ് കേട്ടോ. സൂക്ഷിച്ചും കണ്ട് കളിക്കണം. ഞാൻ ഈ ട്രാവൽ എനിക്ക് എക്സ്പെൻസ് വരവ് കുറവായാലും എക്സ്പെൻസ് നല്ല രീതിയിലുള്ള കാരണം ഞാൻ അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് വെച്ചത് കേട്ടോ. സംഭവം കൊള്ളാം. പെട്ടെന്ന് നമ്മുടെ കയ്യിൽ വല്ല ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഒന്ന് തിരിമറിക്കാൻ നല്ലതാണ്. പക്ഷെ അത് സൂക്ഷിച്ച് കണ്ട് മറച്ചില്ലെങ്കിൽ നമ്മൾ മറയേണ്ടി വരും. പൊളിച്ച് അടിപൊളി ഗൈസ്. സാധനം സ്മൂത്തായിട്ട് കേട്ടോ. സോ നമുക്ക് സർവീസിന് വേണ്ടി വന്നത് പാർട്സ് മാത്രം നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. പാർട്സുകൾ മാത്രം 2033 രൂപയാണ് കേട്ടോ. പാർട്സ് മാറ്റാൻ വേണ്ടി മാത്രം വന്നത് 2033 പാർട്സിന്. പിന്നെ ലേബറാണ് ഗൈസ്. ലേബർ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. 967 രൂപ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. 967 രൂപ ലേബർ വരുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ടോട്ടല് 3000 രൂപ. 3000 രൂപ കൂടുതലാണോ കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഇതുവരെ പുറത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പുറത്ത് സർവീസ് ഞാൻ കൊടുത്തിട്ടില്ല. പുറത്തെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റത്തെ സർവീസാണ്. ഞാനൊന്ന് ചോദിച്ച് നോക്കണം.
രസമായി വണ്ടി ഓടിക്കാൻ. ഞാൻ ഇനി വാഷിങ്ങും അതുപോലെ തന്നെ വാഷിങ്ങും ചെയ്യാൻ വേണ്ട. അപ്പോൾ വാഷിങ്ങും ചെയ്യാൻ ലൂബിങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ വാഷിങ്ങിന് 350 എൻ്റെ വിശ്വാസം. ചെയ്യാൻ ലൂബിങ് 200-250 രൂപയാണ് കേട്ടോ ചെയ്യാൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചാർജ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടായി ഒരു 10,000 രൂപ സിമ്പിളായിട്ട് പൊട്ടിയാണ്. ഞാൻ അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് വാഷിങ്ങും ചെയ്യണ്ട, അതുപോലെ തന്നെ ചെയ്യാൻ ലൂബും ചെയ്യണ്ടെന്ന് കേട്ടോ. അവർ ചെയ്താൽ നല്ല വൃത്തി ഉണ്ടാവും, അത് വേറെ കാര്യം. എന്നാലും വെറുതെ 500-600 രൂപ കളയണം, നമുക്ക് കഴിക്കാൻ പോരെ. അത് മതി ഗൈസ്. ഇപ്പോൾ നമുക്ക് എൻ്റെ ബഡ്ജറ്റിൽ കഴിക്കാൻ മതി കേട്ടോ നമുക്ക്. അപ്പോൾ ടോട്ടല് 3000 രൂപയാണ് വന്നത് നമുക്ക് ഏകദേശം ഇത് ഫുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3000 രൂപ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യണം. അടിപൊളി സ്മൂത്തായി വണ്ടി. മൊത്തത്തിൽ 3000 രൂപയാണ് എനിക്ക് ടോട്ടൽ വന്നത് കേട്ടോ. എനിക്ക് ആ സ്റ്റാൻഡൊക്കെ ഇടുമ്പോൾ ഭയങ്കര സുഖം, സ്മൂത്ത്നെസ്സിന് ഭയങ്കര സ്മൂത്ത് കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാഞ്ഞ മണം വരുന്നുണ്ട്. പുതിയ പുത്തൻ ബ്രേക്ക് പാഡ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കൂടി നോക്കിയോ ചേട്ടാ, എത്ര കാലം ബ്രേക്ക് പോകുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ദേ ഓയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, അത് ഇവിടെ കാണാൻ പറ്റും. ഓയിലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ 1-2 സാധനങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ലൈറ്റ് മാറിയിട്ടുണ്ട്, ഇവിടുത്തെ ആ ക്ലിപ്പ് മാറിയിട്ടുണ്ട്. 30 രൂപ 35 രൂപ അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 ബൈക്കും നമ്മുടെ ഹണ്ടർ കുട്ടനും അതുപോലെ നമ്മുടെ MTB രണ്ടും നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. എല്ലാ സർവീസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഒരു സർവീസ് വ്ലോഗായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹണ്ടർ ഉപയോഗിക്കുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ലോഗുകൾ വരാനുണ്ട്. നാളെ കാണാം ചൊവ്വാഴ്ച 6 മണിക്ക്. എല്ലാ ദിവസവും ചിലപ്പോൾ ഒന്ന് വീഡിയോ ഉണ്ട് കേട്ടോ. ഈ ആഴ്ച ചെക്ക് ചെയ്ത് നോക്കിയോക്കാം, കൃത്യം 6 മണിക്ക് കേട്ടോ. ഡോണ്ട് മിസ് ഇറ്റ് ഗൈസ്.